തുടങ്ങി. കപ്മിൽ നമ്മൾ സാധനം ഇതിനകത്തുണ്ട്. ഞാൻ കുപ്പി തപ്പ എല്ലാം ചുമന്ന ബോട്ടിൽ എന്താ സംഭവം മനസ്സിലാക്കുക. പിന്നെ മനസ്സിലാക്കി എടുത്ത് കപ്മിൽ ഇതാണ്. അങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഓരോ ബോട്ടിൽ എടുക്കുമ്പോൾ ഓരോ കോഡ് ശമനമായിടത്തിന് വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അത് കാര്യം പറഞ്ഞോന്നും ഇന്ന പോലെയാണെന്നുള്ള റീസെൻ്റ് ആശുപത്രിയിലൊക്കെ 1 ആഴ്ച 2 ആഴ്ച കിടന്ന വ്യക്തിയാണ്. അവർക്കത് കൊടുത്തു. ആ കൊടുത്ത് തന്നെ ഒരു 800 സംതിങ് റുപ്യേൻ്റെ കച്ചവടം എനിക്ക് അന്ന് അവിടെ നടന്നു. ഞാനത് നോക്കി, MRP നോക്കി, PP നോക്കി. അപ്പോൾ എനിക്ക് ചില്ലറ വരുമാനം വന്നിട്ടുണ്ട്. ഞാൻ ഫാക്ടറിയിൽ പോയി കഷ്ടപ്പെടുന്നതിന് 400 രൂപയ്ക്ക് എനിക്ക് 500 രൂപ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റീറ്റെയിൽ ചെയ്താൽ കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ എന്താക്കി, റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം ഇവിടെയും വെച്ചു, കുറച്ച് സാധനം അവിടെയും വെച്ചു. അത് കൂടാണ്ട് ഇതിനകത്തൊരു ചാമ്പി തൈലമുണ്ട്, തൈലമുണ്ട്. എല്ലാവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ അധികം നമ്മളോട് പറയുന്ന ഒരു സാധനമാണ് ചാമ്പി തൈലം. എൻ്റെ ഈ വലത് കൈക്ക് ഞാൻ 250 രൂപ ഒരു ദിവസം മുടക്കി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തതിനെക്കാട്ട് ഉപരിയായിട്ട് ഈ ചാമ്പി തൈലത്തിൻ്റെ റിസൾട്ട് എനിക്ക് വന്നു. എൻ്റെ ഒരു വലിയൊരു ബോട്ടിലാണ്. എല്ലാവരോടും ഞാൻ 525 രൂപ ഇതിൻ്റെ MRP പ്രൈസ് കണ്ട കാറ്റുള്ളത് എനിക്കിത് വാങ്ങാൻ. പക്ഷെ ഞാനത് ഉപയോഗിച്ചു. അത് ഉപയോഗിച്ചാൽ ഒരു പാത്രത്തിനകത്ത് എണ്ണ ഒഴിച്ചു. എന്നിട്ട് അത് പാത്രം ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ചു. അതിനുശേഷം ആ ഓയിൽമെൻറ്റ് വേദന ജെൽ എന്നൊരു ഓയിൽമെൻറ്റ് ഉണ്ട്, അതും കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ തേച്ചു എന്ന് പറയട്ടെ. അന്നത്തെ ദിവസം എൻ്റെ കയ്യിനകത്തുള്ള കുത്തിപ്പറിച്ച്, അതായത് ഷോൾഡർ തേയ്മാനമുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ കയ്യിൽ ഉള്ളുന്ന ഒരു കുത്തിപ്പറിച്ചുള്ള വേദന, കഴുത്തിന് കടച്ചിൽ, അതായത് ആട് കോഴി എന്നിവ സാധനങ്ങൾ ഈ കഴുത്തിരിക്കുന്ന പോലെ ഒരു അനുഭവമായിരുന്നു എനിക്ക്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാമ്പി തൈലം നോവേദന ചെല്ലും എൻ്റെ ശരീരത്തിലേക്ക് കത്തിക്കാൻ തുടങ്ങിയതിന് എനിക്ക് ആ അസുഖമില്ല. ഇപ്പം ഞാൻ റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാഗും തൂക്കി, നിങ്ങൾക്കറിയാം ഒരു ബാഗിനകത്ത് ഇത്രയും മരുന്നും കവറിനകത്ത് കുറേ സാധനങ്ങളുമായിട്ട് എത്ര ദൂരം വരെ ഞാൻ നടക്കുന്നുണ്ട്. എനിക്ക് ആ വേദനയും കാര്യങ്ങളൊന്നുമില്ല. അത് കൂടാണ്ട് തന്നെ എനിക്ക് വരുമാനം വരാൻ തുടങ്ങി. വരുമാനം വരാന്ന് വെച്ചാൽ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായതൊന്നും മനസ്സിലാവുന്നില്ല. റീറ്റെയിൽ ചെയ്താൽ വരുമാനം കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ചില ദിവസങ്ങളിൽ ഞാനെന്ന് വെച്ചാൽ എനിക്ക് നേരവും കാലമൊന്നുമില്ല. ചില സമയത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു 8 മണിയാകുമ്പോൾ സ്കൂട്ടി എടുക്കും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് നടന്നു പോകും, അവർക്ക് സാധനം കൊടുക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എൻ്റെ അടുക്കളപ്പടി, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പറമ്പിലെ പണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കൂടാണ്ട് വൈകുന്നേരം ഞാൻ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് പോകും. അങ്ങനെ ഏതെങ്കിലും കുറച്ച് സമയം മാത്രമേ ഞാൻ യാത്ര ചെയ്തുള്ളൂ. ആ സമയങ്ങളിൽ വെച്ചിട്ട് ഞാൻ ഓരോ പ്രൊഡക്റ്റ് കൊടുത്തു. അതിനുശേഷം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ എന്നോട് തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. ഞാൻ സാധനം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ റീറ്റെയിലിനെക്കാട്ടും കൂടുതൽ ഓരോ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് അറിവ് സമ്പാദിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്ന് വെച്ചാൽ ബാങ്ക് വരുമാനം എനിക്ക് കയറി തുടങ്ങി. ഞാൻ ഒന്നുമല്ലാത്ത എൻ്റെ 37 രൂപ വരുമാനം മാത്രമുള്ള ഒരു ബാങ്കിൻ്റെ പാസ്ബുക്കാണ് ഞാൻ ഇവർക്ക് കൊടുത്തത്. ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്ബുക്ക്, ഇതാണ് നമ്മൾ ID അടിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പം ഞാൻ വെറും 37 രൂപയുള്ള പാസ്ബുക്ക് ഞാൻ ഇവർക്ക് കൊടുത്തത്. പിന്നെ എൻ്റെ ആ അക്കൗണ്ടിൽ 3000 സംതിങ് റുപ്യ എൻ്റെ അക്കൗണ്ടിലുണ്ട്. അപ്പം എനിക്കിത് തീർച്ചയായും ഇതിനകത്ത് ഞാൻ വർക്ക് ചെയ്താൽ 100% എനിക്ക് ജയിക്കാനുണ്ട്. എൻ്റെ വാശി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അത്രയും കഷ്ടപ്പെട്ട ഒരു ഫാക്ടറിയിൽ ഒരു പ്രാവശ്യം ഒരു തൊഴിൽ ഒഴിച്ച് ബാക്കി എല്ലാ തൊഴിലും ചെയ്താലാന്ന് പറഞ്ഞ് കാലി ഒടിച്ചിട്ട് സമ്മതിക്കാത്ത അവർക്ക് മുമ്പിൽ എനിക്ക് ജയിക്കണം. അതുകൂടാതെ നമുക്കിത് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ റീറ്റെയിൽ ചെയ്താലും നമുക്കിത് വരുമാനമാണ്. ഏത് രീതിയിൽ വരുമാനം. പിന്നെ ഇവർ പറഞ്ഞതെന്താ വെച്ചാൽ, ഞാൻ ചേർന്ന് കഴിഞ്ഞിട്ട് എനിക്ക് വരുമാനം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഇതിനകത്തേക്ക് ചേർക്കാനാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ആയിഷ. അപ്പം ഞാൻ അവളെ കൈ കൊടുത്ത് വെച്ചു. അവളത് ഞാൻ എന്ത് പറഞ്ഞാലും അത് സത്യസന്ധമായ കാര്യമായിരിക്കും, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് വേറെ ഒന്നോട് ചിന്തിച്ചില്ല. ഞാൻ വിളിച്ചെടുത്ത് അവൾ വരികയും ചെയ്തു. ഞാൻ വിളിച്ചെടുത്ത് സാധനം മേടിക്കാൻ നിർത്തി. അതവൾ ചെയ്തു. അവൾക്ക് വരുമാനം മേടിച്ചു കൊടുക്കും. ഇന്ന് എനിക്ക് എന്ത് വരുമാനം കിട്ടുന്നോ ആ വരുമാനം ഞാൻ എൻ്റെ ആയിഷയ്ക്ക് മേടിച്ചു കൊടുക്കും. അതുപോലെ ഒരു വരുമാനം നിങ്ങൾക്കും അവൾ തരും, ഉറപ്പാണ്. എനിക്ക് 100%. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദൂരെ നിന്ന് ഈ വീടുമാർ ഇവിടെ വരണമെങ്കിൽ അത് ഏറ്റവും മേലത്തട്ടിലുള്ള ആൾ പോലും നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസും നമ്മുടെ കൂടെ സഹകരിക്കാനും ഇവരുണ്ടാവും. അപ്പോൾ രാവിലെ ഒരു മോർണിംഗ് മീറ്റൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എല്ലാ കാര്യവും നിങ്ങൾ 100% സത്യസന്ധമായി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അതുകൊണ്ട് നിങ്ങൾക്കിത് തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട്